ക്രിസ്തു പഴയ നിയമത്തിൽ എന്ന ഈ പോഡ്കാസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നാം വേദപുസ്തകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ സംഭാഷണങ്ങളിൽ ഒന്നിനെ നാം കാണുന്നു. അത് യേശുവും പരീശനായ നിക്കോദോമോസും തമ്മിലുള്ള ഒരു രാത്രികാല കൂടിക്കാഴ്ചയാണ്. നിക്കോദോമോസ് ഒരു സാധാരണ യഹൂദനായിരുന്നില്ല. യഹൂദരുടെ പ്രമാണിയും യഹൂദന്മാരുടെ സുപ്രീം കോടതിയായ സന്നദ്രിം സംഘത്തിലെ ഒരു അംഗവും കൂടിയായിരുന്നു. മാത്രമല്ല, അദ്ദേഹം ഒരു പരീശൻ കൂടിയായിരുന്നു. ആരാണ് പരീശൻ അഥവാ ഫരിസേയൻ? ഫരിസേയൻ എന്ന വാക്ക് ഹെബ്രായ ഭാഷയിലെ പെരുഷീം എന്ന പദത്തിൽ നിന്നാണ് വന്നത്. ഇതിനർത്ഥം വേർതിരിക്കപ്പെട്ടവർ അഥവാ വിശുദ്ധിക്കായി ജീവിക്കുന്നവർ എന്നാണ്. ഇവർ മോശയുടെ ന്യായപ്രമാണം കർശനമായി പാലിക്കുകയും മറ്റുള്ളവരെയും അത് പാലിക്കുവാൻ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. യേശു അവരുടെ ന്യായപ്രമാണ അറിവിനെ അംഗീകരിച്ചെങ്കിലും പലപ്പോഴും അവരെ വിമർശിച്ചതായും കാണുവാൻ കഴിയും. അതിന് കാരണം അവർ മനുഷ്യരുടെ പ്രശംസയെ ദൈവത്തിൻ്റെ പ്രസാദത്തേക്കാൾ അധികം വിലമതിച്ചു. മാത്രമല്ല, പലപ്പോഴും അവർ ദൈവഹിതത്തേക്കാൾ പാരമ്പര്യങ്ങൾക്ക് പ്രാധാന്യവും നൽകിയിരുന്നു. എന്നാൽ നിക്കോദോമോസിനെ യേശു ഒരിടത്തും വിമർശിച്ചതായി കാണുന്നില്ല. യോഹന്നാൻ 3-ാം വായിക്കാം. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. വേദപുസ്തകം നിക്കോദോമോസ് രാത്രിയിൽ യേശുവിനെ കാണുവാൻ വന്നതായി പറയുന്നു. ഇതിനുള്ള കാരണം വ്യക്തമാക്കുന്നില്ല. പകൽ സമയത്ത് യേശുവിനു ചുറ്റും എപ്പോഴും വലിയൊരു ജനക്കൂട്ടമുണ്ടായിരുന്നു. ഗൗരവമുള്ള ആത്മീയ കാര്യങ്ങൾ ചോദിക്കുവാനും തന്റെ സംശയങ്ങൾ തീർക്കുവാനുമായിരിക്കണം ശാന്തമായ രാത്രി നിക്കോദോമോസ് തിരഞ്ഞെടുത്തതെന്ന് ചിന്തിക്കുന്നതായിരിക്കും ഉചിതമെന്ന് തോന്നുന്നു. യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ വെളിച്ചത്തിനും ഇരുട്ടിനും പ്രത്യേകം ആത്മീയ അർത്ഥം നൽകിയിരിക്കുന്നതായി കാണുവാൻ കഴിയും. നിക്കോദോമോസ് രാത്രിയിൽ വന്നത് അദ്ദേഹം ഇപ്പോഴും ദൈവഹിതം പൂർണ്ണമായി മനസ്സിലാക്കാത്ത ഒരു ആത്മീയ അവസ്ഥയിലായിരുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. പക്ഷേ യേശുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വെളിച്ചത്തിന്റെ സത്യവുമായി നിക്കോദോമോസ് മടങ്ങിയിരിക്കണം. കാരണം യേശുവിനെ കണ്ടുമുട്ടുന്നവരാരും പിന്നെ ഇരുട്ടിൽ തുടരുകയില്ല. ഇത് യേശു തന്നെ പറയുന്നത് കേൾക്കാം. യോഹന്നാൻ 8:12. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. അതിനാലാണ് നാം യേശുവിന്റെ ശവസംസ്കാര ചടങ്ങിൽ നിക്കോദോമോസിനെ വിലപിടിപ്പുള്ള സുഗന്ധദ്രവ്യങ്ങളുമായി മുന്നിൽ നിൽക്കുന്നത് കാണുന്നത്. യോഹന്നാൻ 19:39. ആദ്യം രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന നിക്കോദോമോസും ഏകദേശം 100 റാത്തൽ മൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. പുറമേ മതജീവിതം ഉണ്ടായിരുന്നുവെങ്കിലും നിക്കോദോമോസിന്റെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു: ദൈവരാജ്യത്തിൽ എങ്ങനെ പ്രവേശിക്കാം? അതിനുവേണ്ടിയുള്ള ഉത്തരത്തിനായാണ് നിക്കോദോമോസ് രാത്രിയിൽ തന്നെ യേശുവിനെ കാണുവാൻ തീരുമാനിച്ചത്. ഇവിടെ യേശു ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മഹാസത്യം നിക്കോദോമോസിനോട് വെളിപ്പെടുത്തുകയായിരുന്നു. യോഹന്നാൻ 3-ാം വായിക്കാം. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാൺമാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ യേശു സാധാരണ ഒരു യഹൂദനോടോ ഒരു വിഗ്രഹാരാധകനോടോ അല്ല പറഞ്ഞത്. ന്യായപ്രമാണ വിദഗ്ധനായ ഒരു പരീശനോടാണ് എന്നത് നാം ഓർക്കണം. എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? യേശു പറഞ്ഞ വീണ്ടും ജനനം എന്നത് എന്താണ്? അതാണ് ഇന്ന് നാം അന്വേഷിക്കുവാൻ പോകുന്നത്. യേശുവിന്റെ ഈ വാക്കുകൾ നിക്കോദോമോസിന് വലിയൊരു ഞെട്ടലായിരുന്നു. യഹൂദന്മാരുടെ കാഴ്ചപ്പാടിൽ തങ്ങൾ അബ്രഹാമിന്റെ സന്തതികളായതിനാൽ ദൈവരാജ്യത്തിന് അർഹരാണ് എന്നവർ വിശ്വസിച്ചിരുന്നു. മതാചാരങ്ങളും നല്ല പ്രവൃത്തികളും രക്ഷ ഉറപ്പാക്കും എന്നവർ ധരിച്ചിരുന്നു. ന്യായപ്രമാണം പാലിച്ചാൽ ദൈവത്തിന്റെ പ്രസാദം ലഭിക്കുമെന്നവർ ചിന്തിച്ചു. എന്നാൽ യേശുവിന്റെ കാഴ്ചപ്പാടിൽ ദൈവത്തിൽ നിന്നും പ്രസാദം ലഭിക്കുന്നത് നിയമങ്ങൾ അറിയുന്നതുകൊണ്ടോ അബ്രഹാമിന്റെ സന്തതി ആയതുകൊണ്ടോ അല്ല, ഹൃദയം ദൈവത്തിങ്കലേക്ക് തിരിയുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് യേശു നിക്കോദോമോസിനോട് പോലും നീ വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞത്. നിക്കോദോമോസ് ഇവിടെ ആശയക്കുഴപ്പത്തിലായി.
അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം കേൾക്കാം. യോഹന്നാൻ 3-4 വായിക്കാം. നിക്കോദോമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം യേശുവിന്റെ വാക്കുകൾ ശാരീരിക ജനനം എന്ന അർത്ഥത്തിൽ എടുത്തു. വീണ്ടും ജനനം എന്നത് ആത്മീയ ജനനമാണെന്ന് നിക്കോദോമോസിന് മനസ്സിലായില്ല. വീണ്ടും ജനനം ഇല്ലാതെ ദൈവരാജ്യം കാണാം എന്നു കരുതുന്നത് സാധ്യമല്ലാത്ത കാര്യമാണെന്നാണ് യേശു പറഞ്ഞതിന്റെ അർത്ഥം. മുടങ്ങാതെ പള്ളിയിൽ പോയതുകൊണ്ട് മാത്രം ഒരുവൻ വീണ്ടും ജനിച്ചവൻ ആകണമെന്ന് നിർബന്ധമില്ല. കാരണം നിക്കോദോമോസ് ന്യായപ്രമാണം ആഴത്തിലറിയുന്ന പരീശനായ ഉപദേശകനായിരുന്നു. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ കുടുംബത്തിലെ ഒരംഗം പുരോഹിതനോ കന്യാസ്ത്രീയോ ആയതുകൊണ്ടോ ക്രിസ്മസിന് നക്ഷത്രം തൂക്കിയതുകൊണ്ടോ നാം വീണ്ടും ജനിക്കുന്നില്ല. ഇതേ ചിന്താഗതിയുള്ളവരായിരുന്നു യഹൂദരും. അബ്രഹാമിന്റെ സന്തതികളായതിനാൽ തങ്ങൾ ദൈവരാജ്യത്തിന് അർഹരാണെന്ന് അവർ വിശ്വസിച്ചു ജീവിച്ചു. എന്നാൽ ആത്മീക ജനനം ശാരീരിക ജനനത്തിൽ നിന്നും വ്യത്യസ്തമാണെന്ന് ഇവിടെ യേശു പറയുന്നു. എന്താണ് വീണ്ടും ജനനം? ഗ്രീക്ക് ഭാഷയിൽ വീണ്ടും ജനനം എന്നതിലെ വീണ്ടും എന്നതിന് അനോഥൻ എന്നാണ്. ഇതിനർത്ഥം മുകളിൽ നിന്ന് എന്നാണ്. അതായത് നാം മുകളിൽ നിന്ന് ജനിക്കണം, ദൈവത്തിൽ നിന്ന് ഒരു പുതിയ ജീവൻ ലഭിക്കണം. അതിനാൽ വീണ്ടും ജനനം എന്നത് പുതിയ ശരീരം ലഭിക്കുന്നതോ രണ്ടാമതൊരു ശാരീരിക ജനനമോ അല്ല, മറിച്ച് ദൈവത്തിന്റെ ആത്മാവിനാൽ ഉള്ളിൽ നടക്കുന്ന ആത്മീയ ജനനമാണ്. പരിശുദ്ധാത്മാവിനാൽ പുതിയ ജീവൻ പ്രാപിക്കുന്നതാണ് വീണ്ടും ജനനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആശയക്കുഴപ്പത്തിലായ നിക്കോദോമോസിനോട് യേശുവിന്റെ അടുത്ത ചോദ്യം. യോഹന്നാൻ 3:10. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ? പുതിയ നിയമം ലഭിക്കാത്ത ഒരു കാലത്തിലാണ് യേശു ഈ ചോദ്യം ചോദിച്ചതെന്ന് നാം ഓർക്കണം. അങ്ങനെയാണെങ്കിൽ പഴയ നിയമം വീണ്ടും ജനനത്തെക്കുറിച്ച് എവിടെയെങ്കിലും പരാമർശിച്ചിരിക്കണം. അതിനാലാണ് യേശുവിന് മതപണ്ഡിതൻ കൂടിയായ നിക്കോദോമോസിനോട് ഈ ചോദ്യം ചോദിക്കേണ്ടി വന്നത്. ഇതൊരു സാധാരണ ചോദ്യമായിരുന്നില്ല. നിക്കോദോമോസിന്റെ ആത്മീയ അവസ്ഥയെ വെളിപ്പെടുത്തുന്ന ഒരു ചോദ്യമായിരുന്നു. നിക്കോദോമോസ് യേശു പറഞ്ഞ വീണ്ടും ജനനം എന്ന പ്രസ്താവന കേട്ട് ആശയക്കുഴപ്പത്തിലായപ്പോൾ യേശു അത്ഭുതപ്പെട്ടു. കാരണം പഴയ നിയമത്തിൽ വീണ്ടും ജനനത്തിന്റെ ആശയം ദൈവം പലവട്ടം പറഞ്ഞിരുന്നു. യെഹെസ്കേലിന്റെ പുസ്തകത്തിലും യിരെമ്യാവെഴുതിയ പുസ്തകത്തിലും ദാവീദിന്റെ സങ്കീർത്തനത്തിലും. അതിൽ ഒരു വചനം മാത്രം വായിക്കാം. യെഹെസ്കേൽ 36 26-27 വചനങ്ങൾ വായിക്കാം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഇതാണ് യേശു ജലത്താലും ആത്മാവിനാലും ജനിക്കുക എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലം. യോഹന്നാൻ 3:5. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. എന്തുകൊണ്ട് മനുഷ്യന് വീണ്ടും ജനനം ആവശ്യമായി വന്നു? വേദപുസ്തകമനുസരിച്ച് ആദാമിന്റെ വീഴ്ച കാരണം മനുഷ്യൻ ശരീരത്തിൽ ജീവിച്ചിരിക്കുന്നു എങ്കിലും ദൈവത്തോട് മനുഷ്യൻ ആത്മീയമായി മരിച്ച അവസ്ഥയിലാണ്. അതിനാൽ ദൈവവുമായി പുതിയ ബന്ധം ആരംഭിക്കുവാൻ പുതിയ ജീവൻ തന്നെ ആവശ്യമായി വന്നു. അതാണ് വീണ്ടും ജനനം. ഇവിടെ യേശു നിക്കോദോമോസിനോട് നീരസം കാണിക്കുന്നില്ല. ഈ ചോദ്യവും നിക്കോദോമോസിനെ താഴ്ത്തിക്കാണിക്കുവാനുമല്ലായിരുന്നു. യേശു അയാളെ പുറമേയുള്ള മതത്തിൽ നിന്ന് ഉള്ളിലെ ആത്മീയ സത്യത്തിലേക്ക് നയിക്കുക മാത്രമാണ് ചെയ്തത്. പൗലോസ് എന്തു പറയുന്നുവെന്ന് നോക്കാം. 2 കൊരിന്ത്യർ 5:17. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. യേശു പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം. പൗലോസ് ഇവിടെ അതിന്റെ ഫലം വിവരിക്കുന്നു. വീണ്ടും ജനനം എന്ന വാക്ക് പൗലോസ് ഉപയോഗിക്കുന്നില്ലെങ്കിലും അതിന്റെ ആശയം പൗലോസിന്റെ ലേഖനങ്ങളിൽ വ്യക്തമായി കാണുവാൻ കഴിയും. യേശു വീണ്ടും ജനനം എന്ന് വിളിച്ചതിനെ പൗലോസ് പുതിയ സൃഷ്ടി, പുതിയ മനുഷ്യൻ, ആത്മാവിനാൽ ജീവൻ പ്രാപിക്കൽ എന്നിങ്ങനെ വിശദീകരിക്കുന്നതായി കാണുവാൻ കഴിയും. നിക്കോദോമോസുമായുള്ള സംഭാഷണത്തിൽ യേശു അപ്രതീക്ഷിതമായി
മോശയുടെ വെങ്കല സർപ്പത്തിന്റെ സംഭവം എടുത്തു പറയുന്നു. യോഹന്നാൻ 3:14. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ഈ സംഭവത്തിന്റെ പഴയ നിയമ പശ്ചാത്തലം എന്താണെന്ന് കൂടി നോക്കാം. ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്നും യാത്ര തിരിച്ച് മരുഭൂമിയിലൂടെ പലായനം ചെയ്യുമ്പോൾ അവർ മോശയ്ക്കും ദൈവത്തിനുമെതിരായി പരാതിപ്പെടുകയും പിറുപിറുക്കുകയും ചെയ്തതിന്റെ ഫലമായി ദൈവം അവരുടെ ഇടയിൽ വിഷസർപ്പങ്ങളെ അയച്ചു. എന്നാൽ ജനം തങ്ങളുടെ പാപം ഏറ്റുപറഞ്ഞപ്പോൾ ദൈവം മോശയോട് ഒരു വെങ്കല സർപ്പത്തെ ഉണ്ടാക്കി ഒരു കൊടിമരത്തിന്മേൽ ഉയർത്തുവാൻ കൽപ്പിച്ചു. സംഖ്യാപുസ്തകം 21 അധ്യായത്തിന്റെ 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യഹോവ മോശയോട്, ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്നു പറഞ്ഞു. അങ്ങനെ മോശെ താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമ്രസർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. എന്തുകൊണ്ടാണ് യേശു ന്യായപ്രമാണ പണ്ഡിതനായ നിക്കോദോമോസിനോട് വീണ്ടും ജനനത്തിനെ ഈ വിഷയവുമായി ബന്ധിപ്പിച്ച് പറഞ്ഞത്? ഇവിടെ യേശു തന്റെ ക്രൂശുമരണത്തിന്റെ നിഴലിനെയും അതിലൂടെ ലഭിക്കുന്ന രക്ഷയെക്കുറിച്ചുമാണ് നിക്കോദോമോസിനോട് വിവരിച്ചത്. ഒരുപക്ഷെ അദ്ദേഹം വീണ്ടും യേശുവിനോട് ഇങ്ങനെ ചോദിച്ചിരിക്കാം, എനിക്ക് വീണ്ടും ജനിക്കണമെങ്കിൽ ഞാൻ എന്തു ചെയ്യണം? യേശു ഇങ്ങനെ ഉത്തരവും കൊടുത്തിരിക്കാം. മരുഭൂമിയിൽ ജനങ്ങൾ പിച്ചള സർപ്പത്തെ നോക്കി രക്ഷപ്പെട്ടതുപോലെ ക്രൂശിൽ ഉയർത്തപ്പെടേണ്ട എന്നിൽ നീ വിശ്വസിക്കണം. വിഷബാധയേറ്റ ജനം ദൈവം നൽകിയ വെങ്കല സർപ്പത്തിൽ നോക്കിയവർ ജീവിച്ചു. അതുപോലെ ആത്മീയമായി മരിച്ചവരെ രക്ഷിക്കുവാൻ ദൈവം നൽകിയ യേശുവിൽ വിശ്വാസത്തോടെ ആശ്രയിക്കുന്നവർ നിത്യജീവൻ പ്രാപിക്കുന്നു. യോഹന്നാൻ 3 അധ്യായത്തിന്റെ 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിനു തന്നെ. മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട വെങ്കല സർപ്പം പാപത്താൽ മരിക്കുന്ന മനുഷ്യർക്കായി കാൽവരിയിൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവിന്റെ നിഴലായിരുന്നു. അതിനാലാണ് യേശു നിക്കോദോമോസിനോട് ഈ പഴയ നിയമ സംഭവം ഓർമ്മിപ്പിച്ചത്. വീണ്ടും ജനനത്തിന്റെ കേന്ദ്ര സന്ദേശം ഇതാകുന്നു: മതമോ പാരമ്പര്യ കർമ്മങ്ങളോ നമ്മെ രക്ഷിക്കില്ല. രക്ഷ സൽപ്രവർത്തികളിലൂടെയോ മതാചാരങ്ങളിലൂടെയോ ലഭിക്കും എന്നാണ് നിക്കോദോമോസിനെ പോലെ നാമും കരുതിയിരിക്കുന്നത്. എന്നാൽ യേശു പഠിപ്പിക്കുന്നത് രക്ഷ മനുഷ്യന്റെ പ്രവർത്തനത്തിലൂടെയല്ല, ദൈവം നൽകിയ രക്ഷാമാർഗത്തിൽ വിശ്വാസം വയ്ക്കുന്നതിലൂടെയാണ്. മരുഭൂമിയിൽ ഇസ്രായേല്യരെ വിഷസർപ്പങ്ങൾ കടിച്ചപ്പോൾ ദൈവം പല വഴികൾ അവർക്ക് നൽകിയില്ല. ദൈവം അവർക്ക് ചികിത്സാമാർഗമൊന്നും നൽകിയില്ല. അവർക്ക് സ്വന്തം ശ്രമത്താൽ രക്ഷപ്പെടുവാനും കഴിഞ്ഞില്ല. ദൈവം അവർക്ക് ലളിതമായ ഒരു മാർഗമേ നൽകിയുള്ളൂ: ഉയർത്തപ്പെട്ട വെങ്കല സർപ്പത്തെ നോക്കുക. അതുപോലെ തന്നെയാകുന്നു ദൈവം നമുക്ക് ഒരു മാർഗമേ നൽകിയിട്ടുള്ളൂ: കാൽവരിയിൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന ലളിതമായ രക്ഷാപദ്ധതി. മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട വെങ്കല സർപ്പം മരണത്തിന്റെ നടുവിൽ ജീവന്റെ പ്രത്യാശയായിരുന്നതുപോലെ കാൽവരിയിൽ ഉയർത്തപ്പെട്ട ക്രിസ്തു ഇന്നും പ്രത്യാശയറ്റ ലോകത്തിന് രക്ഷയുടെ ഏക പ്രത്യാശയാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, യോഹന്നാൻ 14:6, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ജാതി മത കാല വ്യത്യാസം കൂടാതെ രക്ഷിക്കപ്പെടുവാൻ ദൈവം ഒരുക്കിയിട്ടുള്ള ഏക രക്ഷാമാർഗം ഇന്ന് ക്രിസ്തു ആകുന്നു. ദൈവം മരുഭൂമിയിൽ ഒരു വഴി മാത്രമേ ഇസ്രായേലിയർക്ക് നൽകിയുള്ളൂ. പാപത്തിൽ വീണുപോയ മനുഷ്യർക്കും ദൈവം ഒരു വഴി മാത്രമേ നൽകിയിട്ടുള്ളൂ. ആ വഴി ഒരു മതമോ പുരോഹിതനോ സഭയോ അല്ല, ഒരു മനുഷ്യനായിരുന്നു: ക്രൂശിൽ ഉയർത്തപ്പെട്ട ക്രിസ്തു.